4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരേ ബെഞ്ചിലിരുന്ന ഒരേ സ്വപ്നം കണ്ടവർ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ ആ പഴയ ക്ലാസ് റൂമിലെ കളിച്ചിരികൾ മാത്രമല്ല മാറിയത്. അന്ന് കൂടിയിരുന്ന ചെങ്ങാതിമാരിൽ ഒരാൾ ഇന്ന് നാട് ഭരിക്കാൻ പോകുന്ന ജനപ്രതിനിധിയാണ്. രാജകുമാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1979-80 10ാം ക്ലാസ് ബാച്ചുകാരുടെ ചെങ്ങാതിക്കൂട്ടം എന്ന കൂട്ടായ്മ ഒത്തുചേർന്നപ്പോൾ അത് വെറുമൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം മാത്രമായില്ല. തങ്ങളുടെ പ്രിയ കൂട്ടുകാരനും ഉടുമ്പൻചോലയിലെ നിയുക്ത MLA-യുമായ അഡ്വക്കേറ്റ് സേനാപതി വേണുവിനെ നെഞ്ചിലേറ്റിയുള്ള ആവേശോജ്വലമായ ഒരു സ്വീകരണവേദി കൂടിയായി അത് മാറി. സൗഹൃദത്തിന്റെ ആ സുരഭില നിമിഷങ്ങൾക്കാണ് രാജകുമാരി സാക്ഷ്യം വഹിച്ചത്. 4 പതിറ്റാണ്ടിന്റെ സൗഹൃദ പൊലിമയിൽ രാജകുമാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1979-80 10ാം ക്ലാസ് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ വീണ്ടും ഒത്തുചേർന്നു. ചെങ്ങാതിക്കൂട്ടം എന്ന പേരിൽ രാജകുമാരി മോർ ബസോലിയോസ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച 5ാമത് കുടുംബ സംഗമം ഓർമ്മകളുടെ സുരഭില നിമിഷങ്ങൾ സമ്മാനിക്കുന്നതായി. ചടങ്ങിൽ സഹപാഠിയും ഉടുമ്പൻചോലയുടെ നിയുക്ത MLA-യുമായ അഡ്വക്കേറ്റ് സേനാപതി വേണുവിനും സേനാപതി ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട സണ്ണി ചാക്കോയ്ക്കും ആവേശോജ്വലമായ സ്വീകരണമാണ് സഹപാഠികൾ ഒരുക്കിയത്. രാജകുമാരി ടൗണിൽ നിന്നും വാദ്യമേളങ്ങളുടെയും ചെങ്ങാതിമാരുടെയും അകമ്പടിയോടെ ഇരുവരെയും സ്വീകരിച്ച വേദിയിലേക്ക് ആനയിച്ചു. തുടർന്ന് നടന്ന പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമത്തിന്റെ ഉദ്ഘാടനം നിയുക്ത MLA അഡ്വക്കേറ്റ് സേനാപതി വേണു നിർവഹിച്ചു. രാഷ്ട്രീയം എന്നത് എനിക്ക് ഒരു തപസ്യയാണ്, അല്ലാതെ ധനസമ്പാദത്തിലുള്ള മാർഗമല്ല. നമ്മുടെ നാടിനെക്കുറിച്ച് എനിക്ക് വലിയ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുക എന്നത് മാത്രമാണ് ജനപ്രതിനിധി എന്ന നിലയിൽ എന്റെ ലക്ഷ്യം എന്ന് അദ്ദേഹം പറഞ്ഞു. സൗഹൃദവേദിയിലെ ഈ തുറന്നു പറച്ചിൽ സഹപാഠികൾ കയ്യടികളോടെയാണ് വരവേറ്റത്. അതുകൊണ്ട് ജോയി പറഞ്ഞ റോഡ് മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്വപ്നങ്ങൾ ഈ നാടിനെ സംബന്ധിച്ചുണ്ട്. ആ സ്വപ്നങ്ങളുടെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ഒരു നിരന്തരമായ ഒരു പ്രവർത്തനം. ഒരുപക്ഷെ നമ്മളൊരു പൊതുവേദിയിൽ പറയുന്നത് ശരിയാണോ എന്നറിയില്ല. കേരളത്തിലെ മന്ത്രിസഭാ രൂപീകരണത്തിൽ എളിയവനായ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ അവസാന നിമിഷം വരെ എൻ്റെ പേര് പരിഗണിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് എനിക്ക് പോലും അത്ഭുതം തോന്നി. അതിന് അർഹനാണോ ഞാൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് പോലും അത്ഭുതം തോന്നിയിട്ടുണ്ട്. ചടങ്ങിൽ അഡ്വക്കേറ്റ് സേനാപതി വേണുവിനെയും ഗ്രാമപഞ്ചായത്ത് അംഗം സണ്ണി ചാക്കോയെയും ചെങ്ങാതിക്കൂട്ടം പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഒപ്പം തങ്ങളെ അക്ഷര വെളിച്ചത്തിലേക്ക് നയിച്ച പ്രിയ അധ്യാപകരായ സലസമ്മ, മറിയാമ്മ, സരള എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. തങ്ങളുടെ പ്രിയപ്പെട്ട പഴയ വിദ്യാർത്ഥികൾ ഉന്നത പദവികളിലെത്തിയതിൽ അധ്യാപകർ സന്തോഷം പങ്കുവച്ചു. വർഷങ്ങൾക്കിപ്പുറം പ്രിയ സുഹൃത്തുക്കളെ ഒരു നോക്ക് കാണാനും ഓർമ്മകൾ പങ്കുവയ്ക്കാനും ദൂരദേശങ്ങളിൽ നിന്നുപോലും നിരവധി പൂർവ്വ വിദ്യാർത്ഥികളാണ് കുടുംബസമേതം സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയത്. പഴയകാല സ്കൂൾ ഓർമ്മകളും തമാശകളും പങ്കുവച്ച അവർ പരസ്പരം സൗഹൃദം പുതുക്കി. തുടർന്ന് ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത സ്നേഹവിരുന്നിലും പങ്കെടുത്താണ് സഹപാഠികൾ അടുത്ത ഒത്തുചേരലിനായി താൽക്കാലികമായി പിരിഞ്ഞത്. ചെങ്ങാതിക്കൂട്ടം ഭാരവാഹികളായ ജോയി കുരിശിങ്കൽ, വത്സ ജോയി, തോമസ് ജോസഫ്, CN സുരേഷ്, ഷെല്ലി ജോൺ, കുര്യാക്കോസ് വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജകുമാരി.